എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന റെക്റ്റാങ്കിളും പാരലലോഗ്രാണ് നമ്മൾ പറഞ്ഞത്. റെക്റ്റാങ്കിളും സ്ക്വയറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസിൽ അടുത്ത് വരുന്ന റോംബസും പാരലലോഗ്രാം പറഞ്ഞു മനസ്സിലായി. അതായത് നമ്മൾ സ്ക്വയറിനെ ചെരിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, റോംബസ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ ചെരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാരലലോഗ്രാം എന്ന് പേര് വിളിക്കുന്നത്. നമ്മൾ അതിൽ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം ഒരു റോംബസ് നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സൈഡ്സും ഈക്വലായി വരുന്ന ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റോംബസ് എന്ന് നമ്മൾ പേര് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, അപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലെ. പിന്നെ നമ്മൾ വേറെ ആംഗിൾസും ആദ്യം സൈഡ്സിനെ കുറിച്ച് പറയാം. സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. പിന്നെയോ ആംഗിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ. ഇത് രണ്ട് ഈക്വൽ ആണ്, അതേപോലെ തന്നെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. പിന്നെ എന്ത് പറയാൻ പറ്റും, അഡ്ജസന്റ് ആംഗിൾസ് എന്താണ്, സപ്ലിമെന്ററി ആണ്. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത് കിടക്കുന്നത്, ഈ രണ്ടെണ്ണം കൂട്ടി കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്, ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ 180 ആണ്, ഇത് രണ്ടും കൂട്ടിയാൽ 180 ആണ്, ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ 180 എന്ന് പറയാൻ പറ്റും അല്ലെ. പിന്നെ ആംഗിൾസിന്റെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഡയഗണൽസ് ആണ്. ഡയഗണൽസ് എന്താണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. എന്താണ്, കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ആംഗിൾ എല്ലാം എന്താണ് 90 ഡിഗ്രിയാണ് വരുന്നത്. മാത്രമല്ല ഇത് എന്താണ്, രണ്ട് ഡയഗണലിലെയും മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഈ ഡയഗണൽസ് കറക്റ്റ് ഒരു പ്ലസ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക എന്നുള്ള ഫോമിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ എന്തൊക്കെ തന്നു കഴിഞ്ഞാലാണ് നമുക്ക് റോംബസ് വരക്കുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ശ്രദ്ധിക്കുക, ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ സൈഡും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 5 സെന്റിമീറ്റർ ലെങ്ത് സൈഡുള്ള ഒരു റോംബസ് വരയ്ക്കുന്ന നമുക്ക് കഴിയില്ല. കാരണം അത് എത്രത്തോളം ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഒരു സ്ക്വയർ ആണ് വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് അറിയാൻ പറ്റും, എല്ലാ ആംഗിൾസും എന്താണ് 90 ഡിഗ്രിയാണ് നമുക്ക് അറിയാം, നമുക്ക് വരച്ചു തുടങ്ങിയത്. ഓക്കെ, പക്ഷെ ഇതിന് എന്തില്ല, എത്രത്തോളം ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് റോംബസ്, ഒന്നുകൂടെ ചെരിച്ചു കഴിഞ്ഞാൽ ചിത്രം ഒന്നുകൂടെ മാറും, വീണ്ടും ചെരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചിത്രം മാറും. പക്ഷെ അപ്പോഴും എത്രയാണ് അതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ നമുക്കറിയില്ല. അപ്പൊ അതും കൂടെ തരണം, 1 സൈഡ് ആൻഡ് 1 ആംഗിൾ അല്ലെ. അങ്ങനെ തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യണേ, ഒന്നാമത്തെ കേസിൽ 1 സൈഡ് ഈസ് 5 സെന്റിമീറ്ററും 1 ആംഗിൾ ഒരു 50 ഡിഗ്രി എടുത്തെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, ഒരു 5 സെന്റിമീറ്ററിൽ ഇങ്ങനെ ലൈൻ വരച്ചു. ശ്രദ്ധിക്കുക, 5 സെന്റിമീറ്ററിൽ ഇതിന്റെ ലൈൻ വരയ്ക്കണം. പിന്നെ എന്ത് ചെയ്യണം, ഇവിടെ 50 ഡിഗ്രി മാർക്ക് ചെയ്യാം അല്ലെ. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം, റഫ് ആയിട്ട് ഒരു ചിത്രം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 50 ഡിഗ്രി വരും, ഇത് 5 സെന്റിമീറ്റർ, എല്ലാം 5 സെന്റിമീറ്റർ ആണെന്നാണ് പറയുന്നത് അല്ലെ. ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്ത് വരും, 130 ഡിഗ്രി ആയിരിക്കും. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെ ചോദിക്കാം, ഒരു ആംഗിൾ 50 ഡിഗ്രി എന്നതിന് പകരം ഒരു ആംഗിൾ 130 ഡിഗ്രി എന്ന് തരാം, അതൊരു സാധ്യതയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അപ്പൊ നമ്മൾ റഫായിട്ട് ചിത്രം വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, 130 നമ്മളിങ്ങനെ റോംബസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞു. അപ്പൊ 130 ഡിഗ്രി എന്ന് പറയുന്നത് ഇതിന്റെ 130 അവിടെ കാരണം അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ ഇനി ഇതാണ് 130 ഡിഗ്രി. നമ്മൾ എന്ത് ചെയ്തു, 130 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തു. 130 ആണെങ്കിൽ ഇവിടെ എന്ത് വരും, 50 ഡിഗ്രി വരും. അങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. അത്രയും ഡാറ്റാസ് റഫായിട്ട് വരച്ചതിന് ശേഷം നിങ്ങൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാം, മനസ്സിലായോ. അപ്പൊ 50 തന്നാലും 130 തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രൊട്രാക്ടർ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 50 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, 50 ഡിഗ്രി മാർക്ക് ചെയ്തു. അവർ തന്നിരിക്കുന്ന അളവുകളൊക്കെ മാർക്ക് ചെയ്യണം കേട്ടോ. ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന എല്ലാ അളവുകളും മാർക്ക് ചെയ്യണം. 5 സെന്റിമീറ്റർ ഞാനിങ്ങനെ മാർക്ക് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു, അതിൽ 5 സെന്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, സ്കെയിൽ എടുത്തിട്ട് മാർക്ക് ചെയ്തു. ഇപ്പോ നമുക്ക് ശ്രദ്ധിക്കാം, ഇനി ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് 3 കോർണർ കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ കോർണർ, രണ്ടാമത്തെ, മൂന്നാമത്തെ കോർണർ. ഇനി നാലാമത്തെ കോർണർ ഏകദേശം ഇവിടെ വരും അല്ലെ. അപ്പൊ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ എടുത്തിരിക്കുന്ന പോലെ ഇവിടെ 130 ഡിഗ്രി നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇവിടെ 50 ഡിഗ്രി ആണ്, ഇവിടെ 130 ഡിഗ്രി ആണ്. അപ്പൊ പ്രൊട്രാക്ടർ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, 130 ഡിഗ്രിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാം, ഒരു ലൈൻ ഇങ്ങനെ വരക്കാം. ഓക്കെ, ഇങ്ങനെ ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾ 5 സെന്റിമീറ്റർ ഇങ്ങനെ മാർക്ക് എന്നിട്ട് എന്ത് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറി, നിങ്ങൾക്കുള്ള റോംബസ് ആയി മാറി എന്ന് പറയുന്നത്. 5 സെന്റിമീറ്റർ ആണ് കോമ്പസിൽ എടുക്കേണ്ടത് കേട്ടോ. കോമ്പസിലല്ല, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 130 ഡിഗ്രി ഇങ്ങനെ മാർക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ലൈൻ ഇങ്ങനെ വരക്കും. ഇവിടെ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഈ മൂലയും കൂടെ കിട്ടി കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ റോംബസ് ആയി മാറി. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചോളൂ. 1, 2, 3 കോർണേഴ്സ് കിട്ടിയിട്ടുണ്ട്. നാലാമത്തെ കോർണർ നമുക്ക് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കാം. 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഏകദേശം ഇവിടെ പോയിന്റ് ചെയ്തതിനു ശേഷം ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കാം. കാരണം നമ്മൾ കോർണർ ഇനി ഏകദേശം ഇവിടെയാണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഏകദേശം ഇവിടെ ഇങ്ങനെ ആർക്ക് വരച്ചു. അടുത്തത് എന്ത് ചെയ്യുക, ഇവിടെ പോയിന്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കാം 5 സെന്റിമീറ്ററിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ റോംബസ് ആയി മാറും. ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ 130 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുക, അല്ലാതെ 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യാം, 2 ആർക്കുകൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ റോംബസ് കിട്ടും. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ഇനി ശ്രദ്ധിക്കുക, അടുത്ത കാര്യം
ഇനി നമ്മൾ അടുത്ത് പറയുന്നത് വെച്ചാൽ രണ്ട് ഡയഗണൽസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഞാൻ പറയണേ ഡയഗണൽസ് 6 ഉം 4 ഉം ഈ രണ്ട് ഡയഗണൽ ഡിഫറെന്റ് ആണ്. കാരണം ഈ ഡയഗണലിന്റെ ലെങ്ത് കൂടുതലാണ്, ഇത് കുറവാണ്. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ രണ്ട് ഡയഗണൽസ് വ്യത്യസ്തമായിരിക്കും. സ്ക്വയർ ആണെങ്കിലും റെക്ടാങ്കിൾ ആണെങ്കിലും മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, ഡയഗണൽസ് ഈക്വൽ ആയി വരുന്നുള്ളൂ. ഇവിടെ ഡയഗണൽസ് ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡയഗണൽസ് മാത്രം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് ഡയഗണൽസ് നിൽക്കുന്നത് എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നോക്കുക, ഇത് കറക്റ്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. 90 ഡിഗ്രിയാണ്, മാത്രമല്ല ബൈസെക്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ബൈസെക്ട്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ 6 സെന്റിമീറ്ററിൽ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു, 6 സെന്റിമീറ്ററിൽ. എന്നിട്ട് അതിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് എടുത്തു. മിഡ് പോയിന്റ് എടുത്തിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിന് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മിഡ് പോയിന്റ് എടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ നമുക്ക് തന്നിരിക്കുന്ന ഇപ്പോ 5.5 ഒക്കെയാണ് തന്നു വിചാരിക്കാം. ഇങ്ങനെ 5.5 ആണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ലെങ്ത് എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് അതിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാൻ കഴിയില്ല. അതായത് 2.75 നമുക്ക് സ്കെയിലിൽ മാർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത്ര കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക ചെയ്യും. അതായത് ഈ കോമ്പസ് ഇവിടെ പോയിന്റ് ചെയ്തിട്ട് പകുതി കൂടുതൽ അളവെടുത്ത് മുകളിലും താഴെ ആർക്ക് വരക്കും, ഇവിടെ പോയിന്റ് ചെയ്യുന്ന മുകളിലും താഴെ ആർക്ക് വെച്ചിട്ട് ഇങ്ങനെ വരക്കും. അതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. അത് നമുക്ക് കൃത്യമായ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഇതിപ്പോ നമുക്ക് 6 സെന്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് കഴിയും. അപ്പൊ ഞാൻ സെന്ററിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇങ്ങനെ പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഇപ്പൊ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. ഈ ഡയഗ്രാമിന്റെ ലെങ്ത് എത്ര വരണം, 4 വരണം. അങ്ങനെ 4 വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2 സെന്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള 4 കോർണേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഈ കോർണേഴ്സ് എന്ത് ചെയ്യും, ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആവശ്യമായിട്ടുള്ള റോംബസ് കിട്ടും എന്നാണ് പറയുന്നത്. മനസ്സിലായപ്പോ ഈ റോംബസ് നമ്മൾ ഇങ്ങനെ വരക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരക്കാം. ഇപ്പോൾ കൈറ്റ്, പട്ടം, അതിനാണ് കറക്റ്റ് റോംബസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സ്ക്വയർ ഫോമിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഡയഗണൽസ് തന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. രണ്ട് പെർപെൻഡിക്കുലർ ആയി നിൽക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, രണ്ട് ലൈൻസ് വരയ്ക്കുക തന്ന അളവിൽ കേട്ടോ. തന്ന അളവിൽ നമ്മൾ വരയ്ക്കുന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ കോർണർ പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി മാറി റോംബസ് ആയി മാറി. അപ്പൊ അതിന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ 6 സെന്റിമീറ്റർ ഇങ്ങനെ വരച്ചു, അതിന് മിഡ് പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. രണ്ടാമത്തെ ഡയഗണൽ 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 2 മാർക്ക് ചെയ്യും. അങ്ങനെ ടോട്ടലി 4 വരും. എന്നിട്ട് ആ കോർണേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റോംബസ് കിട്ടും എന്ന് പറയാൻ പറ്റും. അപ്പൊ മനസ്സിലായോ? ഇനി ഇതിൽ അടുത്തെന്ന് വെച്ചാൽ മിഡ് പോയിന്റ്സ് ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത്, അത് അടുത്ത മെത്തേഡ്. അതായത് നമ്മൾ റെക്ടാങ്കിൾസിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു റോംബസ് കിട്ടും എന്നാണ് പറയുന്നത്. റെക്ടാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റോംബസ് കിട്ടും. അത് നിങ്ങൾ വലിയ ക്ലാസ്സിൽ കുറച്ചുകൂടി ഫിഗർ ഒക്കെ വെച്ചിട്ട് കറക്റ്റ് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് രണ്ട് ഡയഗണൽസ് ഡയഗണൽസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5.5 ഉം 4.5 ആണെന്ന് വിചാരിച്ചു. എത്രയാണ്, 5.5 ഉം 4.5. ഇവിടെ ഡയഗണൽസ് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതേ രൂപത്തിൽ വരയ്ക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതേ രൂപത്തിലാണ് വരയ്ക്കുന്നതെങ്കിൽ ഡയഗണൽസ് തന്നല്ലോ, ഒരു മെത്തേഡ് ഇതാണ്. ഡയഗണൽ കിട്ടിക്കഴിഞ്ഞാൽ വരയ്ക്കുന്ന ഒരു മെത്തേഡ് ഇതാണ്. അപ്പൊ ഞാൻ അതിന് 5.5 ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇതെത്രയാണ്, 5.5 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് കറക്റ്റ് മിഡ് പോയിന്റ് മാർക്ക് ചെയ്യണം. അത് സ്കെയിൽ എന്തായാലും നമുക്ക് സാധ്യമല്ല. സ്കെയിൽ നമുക്ക് കറക്റ്റ് അതിന്റെ 2.75 എന്നുള്ള കാര്യം സ്കെയിൽ മാർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. എന്ന് പറഞ്ഞാൽ പകുതി കൂടുതൽ കോമ്പസ് എടുത്തിട്ട് മുകളിൽ താഴെ ആർക്ക് വരയ്ക്കും, ഇവിടെ പോയിന്റ് ഇവിടെ ആർക്ക് വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്ത് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. കറക്റ്റ് മിഡ് പോയിന്റിലൂടെ 90 ഡിഗ്രിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, 4.5 എന്ത് ചെയ്യണം, ഈ രണ്ടാമത് വരച്ചിരിക്കുന്ന ഡയഗണൽ ലെങ്ത് 4.5 ആണ്. അപ്പൊ അതിന്റെ പകുതി മുകളിലേക്കും താഴേക്കും മാർക്ക് ചെയ്യണം. അതായത് 2.25 ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് 2.25 മാർക്ക് ചെയ്യണം. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 2.25 മാർക്ക് ചെയ്യണം. പക്ഷെ അതെന്തില്ല, നമുക്ക് കഴിയില്ല, സ്കെയിൽ എടുക്കാൻ കഴിയില്ല. ഇപ്പൊ 2 സെന്റിമീറ്റർ എടുക്കാം, 2.1 എടുക്കാം, 2.2 എടുക്കാം. 2.25 എന്നുള്ള കാര്യം നമുക്ക് പോസിബിൾ അല്ല. കാരണം 2.2ന് 3യുടെ ആയില്ല, 1 മില്ലിമീറ്ററിന്റെ കറക്റ്റ് സെന്ററിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നത് നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ സംഗതി ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കാൻ കഴിയില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും, ഇത് റെക്ടാങ്കിൾ ആക്കി വരയ്ക്കാം. ഈ തന്നിരിക്കുന്ന രണ്ട് നീളങ്ങളും 5.5 4.5 നമ്മൾ എന്ത് ചെയ്യും, റെക്ടാങ്കിൾ ആക്കി ഇങ്ങനെ വരയ്ക്കാം. റെക്ടാങ്കിൾ ആക്കി വരയ്ക്കാം. എന്നിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ എന്നിട്ട് ഇപ്പോ ഇത് 5.5 ആണ്, ഇത് 4.5 ആണ്. ഓക്കെ,
ഇങ്ങനെ നമ്മൾ ചതുരം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. നിങ്ങളും ഇത് തന്നെയാണ് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. നമ്മൾ കുറേ രീതി പറഞ്ഞതാണ്, ഈ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ നേരത്തെ പഠിച്ചതുമാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ലെങ്ത്തിന്റെയും ബ്രെഡ്ത്തിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടറുകൾ വരയ്ക്കുക. ലെങ്ത്തിന്റെയും ബ്രെഡ്ത്തിന്റെയും പെർപെൻഡിക്കുലർ, അതായത് നമ്മൾ ഇവിടെ പോയിന്റ് ചെയ്യും, പകുതി കൂടുതൽ കോമ്പസ് എടുക്കും, മുകളിലും താഴെ ആർക്ക് വരയ്ക്കും, ഇവിടെ പോയിന്റ് ചെയ്യും, മുകളിലും താഴെ ആർക്ക് വരയ്ക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ പോകും. ഓക്കെ, അത് നമ്മൾ ഇതിന്റെ താഴേക്കുള്ള ലൈൻ വരയ്ക്കേണ്ട, കറക്റ്റ് ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഇത് ഇത്രയും പാർട്ട് വരച്ചാൽ മതി കേട്ടോ. റെക്ടാംഗിളിന്റെ ഉള്ളിൽ വരുന്ന ഭാഗം മാത്രം വരച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി ബ്രെഡ്ത്തിന്റെ പകുതി കൂടുതൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പോയിന്റ് ചെയ്യും, പകുതി കൂടുതൽ കോമ്പസ് എടുക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം, ഇവിടെ ആർക്ക് വരയ്ക്കണം. അതേപോലെ തന്നെ ഇവിടെ പോയിന്റ് ചെയ്യുന്നു, പകുതി കൂടുതൽ കോമ്പസ്, അതേ അളവിൽ തന്നെ എന്ത് ചെയ്യും, ഇവിടെ ആർക്ക് വരയ്ക്കും, ഇവിടെ ആർക്ക് വരയ്ക്കും. എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വരയ്ക്കാം. മനസ്സിലായോ? എന്നിട്ട് ഈ ലൈൻ ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാം. അത് ഈ സംഗതി നമുക്ക് ആവശ്യമില്ല, ഇതും നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഞാനത് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് മായ്ച്ചു കളയുന്നുണ്ട്, ശ്രദ്ധിക്കുക. അത് മായ്ച്ചു കളഞ്ഞു. ഓക്കെ, ഇപ്പൊ നമുക്ക് റെക്ടാംഗിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റ് നമ്മൾ തന്നിരിക്കുന്ന അളവിന്റെ 5.5ന്റെയും 4.5ന്റെയും മിഡ് പോയിന്റ് അല്ലെങ്കിൽ കൃത്യമായി മാർക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ 4ഉം 6 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം, വരയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കൃത്യമായ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ കഴിയുള്ളൂ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് 4 കോർണേഴ്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഈ നീളം എന്ന് പറയുന്നത് എത്രയാണ്, ഇത് 5.5 ആണ് അല്ലെ. ഈ സെന്ററിൽ വരുന്ന ലൈനിന്റെ നീളം 5.5 ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ സെന്ററിൽ കിടക്കുന്ന ലൈനിന്റെ നീളത്തിലാണ് അത് 4.5 ആണ്. ഇതേ അളവിനാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ആ രണ്ട് ലൈൻസ് ഇപ്പൊ പെർപെൻഡിക്കുലർ ഫോമിൽ വന്നിട്ടുണ്ട്. 6ഉം 4ഉം വരച്ച അതേ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ ഈ കോർണർ ഈ എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക, നമുക്ക് ആവശ്യമായ എന്തായി മാറി, റോംബസ് ആയി മാറി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ 3 മെത്തേഡിൽ എന്ത് ചെയ്യുന്നത്, റോംബസ് വരച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, തൊട്ട് മുന്നേ റോംബസ് എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ റോംബസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ് പാരലോഗ്രാം വരുന്നത്. ഇപ്പോൾ പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ ഓപ്പോസിറ്റ് സൈഡ്സും പാരലായി വരുന്ന ഒരു സ്ട്രക്ചറാണ്. നമ്മൾ അതിന്റെ സൈഡ്സിനെ കുറിച്ചും പറയണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ റെക്ടാംഗിൾ ചെരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാറ്, പാരലോഗ്രാം എന്ന് പറയാറ് അല്ലേ. ഇപ്പോൾ സൈഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് അല്ലേ. അത് കഴിഞ്ഞു. ദെൻ ഓപ്പോസിറ്റ് ആംഗിൾ ആണെങ്കിലോ ഇതും ഇതും ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആംഗിൾസും കഴിഞ്ഞു. ഇനി എന്താ വരുന്നത്, ഡയഗണൽസ് ആണ്. ആ ഡയഗണൽസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഡയഗണൽസ് ഈക്വൽ അല്ല, ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുതാണ് വരുന്നത് അല്ലേ. ഇങ്ങനെ വരയ്ക്കുന്ന ഡയഗണൽ വലുതാണ്, ഇത് ചെറുതാണ്. മാത്രമല്ല ഇത് എന്താണ്, ബൈസെക്ട് ചെയ്യുന്നത്, മ്യൂച്വലി ബൈസെക്ട് ചെയ്യുന്നത്. രണ്ടിന്റെ മിഡ് പോയിന്റ് ആണ് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ തന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഇത് പാരലോഗ്രാം വരയ്ക്കുന്നത് നോക്കാം. ആദ്യം ഫസ്റ്റ് കേസ് സൈഡ്സ് ആൻഡ് ഡയഗണൽ, സൈഡ്സ് ആൻഡ് 1 ആംഗിൾ, സൈഡ്സും തരണം ഒരു ആംഗിളും തരണം അല്ലെ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഞാൻ സൈഡ്സ് ആർ 6 and 4, 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ പിന്നെ 1 ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, ഒരു 50 ഡിഗ്രി എടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ 6 സെന്റിമീറ്റർ വരയ്ക്കണം, പിന്നെ 4 സെന്റിമീറ്റർ വരയ്ക്കണം അല്ലേ. അപ്പൊ 6 സെന്റിമീറ്റർ ലൈൻ ഞാൻ ഇങ്ങനെ വരച്ചു. 6 സെന്റിമീറ്റർ ആണ്. നമ്മൾ തന്നിരിക്കുന്ന അളവുകളൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തണം. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ആംഗിൾ 50 ഡിഗ്രി ആണ്. അപ്പൊ നമ്മളിവിടെ പ്രൊട്രാക്ടർ ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കി, എന്നിട്ട് 50 ഡിഗ്രിയിൽ എന്ത് ചെയ്യും, ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ അല്ലേ. ഈ ലൈനിന്റെ ലെങ്ത് നമ്മൾ 4 സെന്റിമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സ്കെയിൽ മാർക്ക് ചെയ്തിട്ട് 4 സെന്റിമീറ്റർ ഇങ്ങനെ കട്ട് ചെയ്യും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പൊ നമുക്ക് മൂന്നാമത്തെ കോർണർ കിട്ടും, അല്ലെങ്കിൽ 2 സൈഡ്സ് കിട്ടിയിട്ടുണ്ട്. 2 സൈഡ്സ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 3 കോർണേഴ്സ് 1, 2, 3 എന്ന് പറയുന്നത് 3 കോർണേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നാലാമത്തെ കോർണർ ഏകദേശം ഇവിടെ വരും അല്ലെ, അല്ലെങ്കിൽ ഈ 2 സൈഡ്സും കൂടെ നമുക്ക് വരയ്ക്കാനുണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവെ നമ്മൾ 2 രീതിയിൽ വരയ്ക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പാരലോഗ്രാം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആംഗിൾസിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ്, ഈ 2 ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക, 180 ആണ് കിട്ടുക. അല്ലെങ്കിൽ അഡ്ജസന്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. അതായത് ഈ 2 കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ്, ഇതും കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ്, ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാലും 180 വരും അല്ലെ. അതായത് ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെ 50 വരും, ഇവിടെ 130 വരും, ഇവിടെ 130 വരും അല്ലെ. അപ്പൊ അടുത്തടുത്ത് കിടക്കുന്ന ഏത് 2 ആംഗിൾസ് കൂട്ടി കഴിഞ്ഞാൽ 180 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എന്താ വരുന്നത്, 130 ആണ് വരുന്നത് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പ്രൊട്രാക്ടർ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് 130 ഡിഗ്രിയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഈ വരച്ചിരിക്കുന്ന ലൈനിൽ എന്ത് ചെയ്യുക, 4 സെന്റിമീറ്റർ ഇതേപോലെ 4 സെന്റിമീറ്റർ സ്കെയിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആവശ്യമായിട്ടുള്ള പാരലലോഗ്രാം കിട്ടും. ഇങ്ങനെയാണ് പറയാറ്.
ഡൗട്ടില്ലല്ലോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിയിലും കൂടി ചെയ്യാം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. എന്ത് ചെയ്യുന്നുണ്ട്? ഇത്രയും കാര്യങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് 6 ആണ്, ഇത് 4 ആണ്. നമുക്ക് 3 കോർണേഴ്സ് കിട്ടിയിട്ടുണ്ട്. 1 2 3 എന്ന് പറഞ്ഞ 3 കോർണേഴ്സ് അല്ലെങ്കിൽ 2 സൈഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് അടുത്ത കോർണർ ഏകദേശം ഇവിടെ വരും. അപ്പൊ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ലെങ്ത് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഈ ഒരു നീളം ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഈ കോർണറിൽ നിന്നും ഈ കോർണറിലേക്കുള്ള നീളത്തിൽ 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ കോമ്പസ് ഇവിടെ പോയിന്റ് ചെയ്യും. 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക, എന്നിട്ട് എന്തെങ്കിലും ആർക്ക് വരയ്ക്കാം. 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് എന്തെങ്കിലും ആർക്ക് വരയ്ക്കാം. അതേപോലെ തന്നെ ഇവിടെ പോയിന്റ് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് എത്രയാണ്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത് 6 ആണ് വരുന്നത്. ഇതും 6 ആണ്, ഇതും 4 ആണ് അല്ലേ? അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം 6 സെന്റിമീറ്റർ ആണെങ്കിൽ അത് കോമ്പസിൽ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ പോയിന്റ് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ കോമ്പസിൽ എടുക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം 6 സെന്റിമീറ്റർ ആണ്. അത് കോമ്പസിൽ എടുക്കുക, ആർക്ക് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറി? നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തായി മാറിയിട്ടുണ്ട്? പാരലലോഗ്രായി മാറി പറയാൻ പറ്റും. ഓക്കെ അല്ലെ? ഇങ്ങനെയാണ് ഒരു രീതി പറയുന്നത്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് പറയുന്നത്. ഇനി അടുത്തത് ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ഡയഗണൽസ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ആർ ഡയഗണൽസ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം. രണ്ടാമത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളത് ഡയഗണൽസും തരും, അതിനിടയിലുള്ള ആംഗിളും തരും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരക്കാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഡയഗണൽസ് ആർ 6,4 and angle between them is 30 degree. ഞാൻ ഇങ്ങനെ പറഞ്ഞു വിചാരിക്കാം. ഓക്കെ, ഡയഗണൽസ് 6 ഉം 4 ആണ്, 30 ആണ് വരുന്നത് അല്ലെ? അതിനിടയിൽ ആംഗിൾ. അപ്പൊ രണ്ട് ഡയഗണൽസ് നമ്മൾ പൊതുവെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഈ ഒരു കേസ് നോക്കാം അല്ലെ? രണ്ട് ഡയഗണൽസിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ആംഗിൾ ഉണ്ടാവുന്നത്. ഇതൊരു ആംഗിൾ ആണ്, ഇത് അടുത്ത ആംഗിൾ ആണ്. ഓക്കെ, ഒരെണ്ണം അക്യൂട്ടും ഒരെണ്ണം ഒബ്റ്റ്യൂസ് ആണ്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതാണ് അല്ലെ? അതിൽ ചെറിയ ആംഗിൾ ആണ് 30 ഡിഗ്രി എന്ന് പറയുന്നത്. വലിയ ആംഗിൾ അപ്പൊ എത്ര വരും? 150 ആയിരിക്കും വരുന്നുണ്ടാവുക. കാരണം രണ്ടും കൂടി കഴിഞ്ഞാൽ 180 കിട്ടണമല്ലോ അല്ലെ? മാത്രമല്ല ശ്രദ്ധിക്കുക, ഈ രണ്ട് ഡയഗണൽസും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അതിന്റെ മിഡ് പോയിന്റിൽ വരുന്ന ആംഗിൾ ആണെന്ത്? അതിന് മിഡ് പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി എന്ന് പറയുന്നത്. മിഡിൽ സെന്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് ഒരു ആംഗിൾ 30 ഒരു ആംഗിൾ 150 എന്ന് പറയാൻ പറ്റും. അപ്പൊ സെന്ററിൽ പോകുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 6 സെന്റിമീറ്ററിൽ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. 6 സെന്റിമീറ്ററിൽ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ സെന്റർ പോയിന്റ് എടുക്കുക. കാരണം ആംഗിൾ ഫോം ചെയ്യുന്ന സെന്ററിലാണ്, അതായത് ഒരു കോർണറിലല്ല, രണ്ട് കോർണറിൽ വെച്ചിട്ടല്ല. ഈ രണ്ട് ആംഗിൾ ബിറ്റ്വീൻ ദം, അതായത് രണ്ട് ഡയഗണൽസിന്റെ ഇടയിലെ ആംഗിൾ ആണ് 30 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആ ഡയഗണൽസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെന്റർ പോയിന്റ് എടുക്കും. എന്നിട്ട് എന്ത് സെന്റർ പോയിന്റിൽ ഇങ്ങനെ പൊട്രാക്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? 30 ഡിഗ്രിയിൽ ലൈൻ ഇങ്ങനെ വരയ്ക്കും. മുകളിലേക്കും വരയ്ക്കും, താഴേക്കും വരയ്ക്കാം. എന്നിട്ട് അതിന് എന്ത് ചെയ്യണം? ഒരു 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. മുകളിലേക്ക് 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം, താഴേക്ക് 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഡയഗണൽസ് ടോട്ടലി 4 സെന്റിമീറ്റർ ആണ്, രണ്ടാമത്തെ ഡയഗണൽ അല്ലെ? അപ്പൊ ഇത് 3 ആണ്, ഇത് 3 ആണ്. കാരണം ടോട്ടലി 6 വരും. അങ്ങനെയാണെങ്കിൽ മുകളിലേക്കും 2 എടുക്കണം, താഴേക്കും 2 എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ കിട്ടിയിരിക്കുന്ന പോയിന്റ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത്, ഈ കോർണേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ പാരലലോഗ്രാം എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ വരച്ചതിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും, കാരണം നമ്മൾ കൈകൊണ്ട് വരയ്ക്കുന്നതാണ്. നിങ്ങൾ കൃത്യമായി വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന അളവുകൾ അടയാളപ്പെടുത്തണം. അതായത് 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം, 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം, 30 ഡിഗ്രി നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഇങ്ങനെയാണ് കാര്യം വരയ്ക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് സൈഡ്സ് ആൻഡ് 1 ഡയഗണൽ അല്ലെ? എന്തെന്ന് പറയാൻ പറ്റും? സൈഡ്സ് ആൻഡ് 1 ഡയഗണൽ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മൂന്നാമത്തെ കേസ് അല്ലെ? സൈഡ്സ് എന്ന് പറയുന്നത് 5 3 എന്ന് എടുക്കാൻ പറ്റും. സൈഡ്സ് 5, 3. പിന്നെ ഒരു ഡയഗണൽ എന്ന് പറയുന്നത് ഡയഗണൽ 7 എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും അല്ലെ? ഒരു ഡയഗണലിന് 7 ആണ്. അപ്പൊ നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ഇതിന്റെ റഫ് ആയിട്ടൊരു ചിത്രം നിങ്ങൾ ആദ്യം തന്നെ വരാം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാരലലോഗ്രാം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അല്ല എങ്ങനെ വരുന്നത്? ഓക്കെ, ഇതിന്റെ ഒരു സൈഡ് 5 ആണ്, രണ്ടാമത്തെ സൈഡ് 3 ആണ്, അതുപോലെ ഈ സൈഡ് 3 ആണ്, ഇത് 5 ആണ്. മാത്രമല്ല ഒരു ഡയഗണൽ 7 ആണ് അല്ലെ? അപ്പൊ വലിയ ഡയഗണൽ ആയിരിക്കും 7 വരുന്നത്. 5നേക്കാൾ കൂടുതലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും? വലിയ ഡയഗണൽ ആയിരിക്കും 7 എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഒരു ഡയഗണൽ ഒരിക്കലും എന്ത് വരില്ല? 7 വരില്ല. 5നേക്കാൾ ചെറുതാവാനൊക്കെ സാധ്യത വരുന്നത് അല്ലെ? ഇനി നോക്കുക, അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിത്രം എങ്ങനെ വരയ്ക്കാന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 5 സെന്റിമീറ്റർ ലൈൻ ഇങ്ങനെ വരയ്ക്കണം. 5 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യാം? ഒരു ലൈൻ ഞാൻ അങ്ങനെ വരച്ചു. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ ഈ താഴെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ആണ് ആദ്യം വരയ്ക്കേണ്ടത്.
ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ചോദ്യത്തിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരക്കേണ്ടത് എന്താണ്, ഒരു ട്രയാങ്കിൾ ആണ് വരയ്ക്കുന്നത്. അതായത് സൈഡ്സും ഒരു ഡയഗണലും തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, താഴെ ഒരു ട്രയാങ്കിൾ വരയ്ക്കും, അതിനുശേഷം അതിന് മുകളിൽ മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കും. അപ്പൊ ഞാൻ 5 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 സെന്റിമീറ്റർ, അപ്പൊ കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് എത്രയാണ്, 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ 7 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക, ഇവിടെ പോയിന്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്ത് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, ഒരു 3, 7 വരുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടും, താഴെ ലോവർ ട്രയാങ്കിൾ കിട്ടും. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക, അടുത്ത ട്രയാങ്കിളും കൂടെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ എന്ത് കിട്ടിയെന്ന് പറയാൻ പറ്റും, പാരലോഗ്രാം കിട്ടിയെന്ന് പറയാൻ പറ്റും. അപ്പോൾ റഫായിട്ട് ചിത്രം വരയ്ക്കണം, അതിനുശേഷം ചെയ്യാൻ പറ്റുള്ളൂ, പ്രാക്ടിക്കലായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഈ ഒരു കോർണറും കൂടെ കിട്ടാനുള്ളൂ. ഓക്കെ, അതായത് 1, 2, 3 3 കോർണേഴ്സ് കിട്ടിയിട്ട് 4ാമത്തെ കോർണർ ഏകദേശം ഇവിടെ വരും അല്ലേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നീളം 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുക്കുക, ഇവിടെ പോയിന്റ് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം 3 ആണ്, അപ്പൊ നമ്മൾ കോമ്പസിൽ എടുത്ത് വരയ്ക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളത്തിന് 5 സെന്റിമീറ്റർ ആണ്, അത് കോമ്പസിൽ എടുക്കുക, എന്നിട്ട് ഇവിടെ പോയിന്റ് ചെയ്തിട്ട് എന്ത് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ എന്ത് കിട്ടി, പാരലോഗ്രാം കിട്ടി എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് ഈ മെത്തേഡിൽ രണ്ട് സൈഡും ഒരു ഡയഗ്രം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത മെത്തേഡ് നോക്കാം. ഓക്കെ, ഇതെല്ലാം വളരെ എളുപ്പമാണ്, നിങ്ങൾ എല്ലാം പ്രാക്ടിക്കലായിട്ട് വരച്ചു നോക്കാം. അടുത്തത് 1 സൈഡ് ആൻഡ് ഡയഗണൽസ് അല്ലെ, ഒരു സൈഡും ഡയഗണൽസും തന്നു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അതാണ് 4ാമത്തെ മെത്തേഡ്. അപ്പോൾ 1 സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്, ഞാൻ 5 എന്ന് എടുത്തു. ആൻഡ് ഡയഗണൽസ് എന്ന് പറയുന്നത് 6ഉം 8ഉം ആയിട്ട് ഞാൻ എടുത്തു. ഓക്കെ, ഡയഗണൽസ് 6ഉം 8ഉം ആണ്, മാത്രമല്ല ഒരു സൈഡ് 5 സെന്റിമീറ്റർ ആണെന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചിത്രം പ്രാക്ടിക്കലി സംഭവിക്കുന്ന കാര്യം നോക്കുക. ഞാൻ വെറുതെ ഇങ്ങനെ ഒരു റഫായിട്ട് ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്. ഈ ചിത്രവും എന്ത് ചെയ്യണം, നിങ്ങൾ റഫായിട്ട് വരച്ചേ പറ്റും. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ കിട്ടുള്ളൂ. അതായത് ഒരു സൈഡ് 5 ആണ്, അപ്പൊ ഞാൻ ഒരു സൈഡ് 5 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഡയഗണൽസ് ഉണ്ട്, അത് ഏതൊക്കെയാണ്, 8ഉം 6ഉം ആണ് അല്ലെ. അപ്പൊ വലിയ ഡയഗണൽ 8 ആണ്, ചെറിയ ഡയഗണൽ 6 ആണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇത് 2 ഡയഗണലിന്റെ മിഡ് പോയിന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, 8 എന്നുള്ളത് 4 എന്നായിട്ട് ഡിവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ 6 സെന്റിമീറ്റർ 3 എന്നത് 2 പാർട്ടായി മാറുന്നുണ്ടാവും ആക്ച്വലി ആ മിഡ് പോയിന്റിൽ വെച്ചിട്ട് അല്ലെ. ഇനി ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റഫായിട്ട് ഒരു ചിത്രത്തിൽ നിന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ താഴെയുള്ള ട്രയാങ്കിൾ അല്ലെ, 3, 4, 5 എന്നുള്ള ഈ ട്രയാങ്കിൾ നമ്മളങ്ങ് വരയ്ക്കും. ഓക്കെ, 3, 4, 5 എന്നുള്ള ട്രയാങ്കിൾ വരക്കും. അത് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയെല്ലാം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാൻ ചെയ്യുക. അതായത് ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ 5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ ഇങ്ങനെ വരക്കും. ഓക്കെ, 5 സെന്റിമീറ്റർ ലൈൻ വരച്ചു. പിന്നെ എന്ത് ചെയ്യണം, നമ്മള് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഞാൻ നമ്മൾ 3, 4, 5 ആണ് വരയ്ക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം 4 സെന്റിമീറ്റർ ആണ്, അത് കോമ്പസിൽ എടുത്ത് വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്ത് ഇങ്ങനെ വരച്ചു. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ പോയിന്റിലേക്കുള്ള മിഡ് പോയിന്റിലേക്കുള്ള ദൂരം 3 സെന്റിമീറ്റർ ആണ്, അത് കോമ്പസിൽ എടുക്കുക, ഇവിടെ പോയിന്റ് ചെയ്യാൻ ഇങ്ങനെ വരച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടും. നമുക്ക് മനസ്സിലാകും, ഇങ്ങനെ ട്രയാങ്കിൾ കിട്ടും. ഇനി ഇതോടുകൂടെ ആക്ച്വലി ഇത്രയും വരയ്ക്കുന്നതോടുകൂടെ നമ്മളെ പ്രോബ്ലംസ് എല്ലാം തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇത് 4 ആണ്, ഇത് 3 ആണ് അല്ലെ. ഈ സൈഡ് എന്തെങ്കിലും മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. അതായത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് ഒരു വരച്ചു. അത് എത്ര വരയ്ക്കണം, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4 ആണ് അല്ലെ. അപ്പൊ 4 സെന്റിമീറ്റർ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കും. ടോട്ടലി 8 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ വരയ്ക്കാം. എന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വീണ്ടും ഒരു 6 സെന്റിമീറ്റർ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വരയ്ക്കും. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 എടുത്തിട്ട് എന്ത് ചെയ്യാം, വീണ്ടും ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ടോട്ടലി 6 സെന്റിമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് 4 കോർണേഴ്സ് കിട്ടിക്കഴിഞ്ഞു. 1, 2, 3, 4 4 കോർണേഴ്സും തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമുക്ക് ആവശ്യമായിട്ടുള്ള പാരലലോഗ്രാം കിട്ടിയെന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് വരച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു 3 തവണയെങ്കിലും വരച്ചു നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലാസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും, ഒരു തവണ വരച്ചാലും മനസ്സിലാവും. പക്ഷെ അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ഒരിക്കലും മറക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് വരച്ചേ പറ്റും. ഓക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 4 രീതിയിൽ അല്ലെങ്കിൽ 4 ഡിഫറെന്റ് കേസുകൾ ഡിഫറെന്റ് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. ഇങ്ങനെ 4 രീതിയിൽ. അപ്പോൾ ആ രീതിയിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാരലോഗ്രാം വരയ്ക്കാനുള്ള മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിരുന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.